നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, മിഥുനം 1-ാം തീയതി ജൂൺ 15 രാത്രി 12:20 സൂര്യൻ മിഥുനമാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് കർക്കിടകം, ചിങ്ങം, കന്നി ഈ രാശിക്കാർക്ക് എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളുടെ അനുഭവം എന്നാണ്. കർക്കിടകം രാശിക്കാർക്ക് 3-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു, അഷ്ടമത്തിൽ ശനി, 9-ാം ഭാവത്തിൽ രാഹു, മാന്തി, 10-ൽ ചൊവ്വ, 11-ൽ വ്യാഴം, 12-ൽ സൂര്യൻ, ബുധൻ, ശുക്രൻ. കർക്കിടകം രാശി എന്നാൽ പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന 2.25 നക്ഷത്രക്കൂട്ടമാകുന്നു. ഇവിടെ സ്വതവേ കർക്കിടകം ഒരു ചരരാശിയാണ്, ട്രാവലേഴ്സാണ്, ധാരാളം യാത്ര ചെയ്യുന്നു, യാത്രയിലൂടെ സൗഭാഗ്യങ്ങൾ വരുന്ന രാശിക്കാരാണ് കർക്കിടക രാശിക്കാർ. ഇവിടെ കർക്കിടകം രാശിയുടെ അധിപനായ ചന്ദ്രൻ പ്രായണ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഹിംസ്രോ ഭ്രാതൃഗതേ സശൗര്യ എന്നാണ് ഈ 3-ൽ നിൽക്കുന്ന ചന്ദ്രനി ഫലം പറഞ്ഞിട്ടുള്ളത്. സശൗര്യ, ശൗര്യത്തോടു കൂടിയിരിക്കുന്ന ആളാകുന്നു. അവിടെ ഭാഗ്യാധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ സഹായിക്കുക, സഹോദര ഗുണം തനിക്ക് ലഭിക്കുകയില്ല. എങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. തനിക്ക് വിക്രമത്തിലൂടെ ധനം കിട്ടേണ്ടുന്ന സമയമാണ്. ചില കാര്യങ്ങൾക്കൊക്കെ അതിശക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്ത് ധനം വരുത്തുവാനുള്ള ഒരു യോഗം ഈ സമയത്ത് കാണുന്നു. വിധൗ വിക്രമേണ ഏതി വിത്തം തപസ്സി ഭവേത് ഭാമിനി രഞ്ജിതോപ്യ അഗ്രകീർത്തി. അഗ്രമായ കീർത്തി ഉണ്ടാകും, നല്ല പ്രശസ്തി ഉണ്ടാകും. ഭാമിനി രഞ്ജിത, ഭാമിനിയാൽ അലങ്കരിക്കപ്പെടുമെന്നൊക്കെയാണ് ഫലം പറഞ്ഞിട്ടുള്ളത്. ഭാര്യയാൽ അലങ്കരിക്കപ്പെടുന്നൊരവസ്ഥയുണ്ടാകും. അധികാരമുള്ള വ്യക്തിയാണെങ്കിൽ തന്നെ ആശ്രയിക്കുന്നവർ തനിക്ക് കാഴ്ചവെക്കുന്ന വസ്തുക്കളാൽ തനിക്ക് ഗുണപരമായ അവസ്ഥകൾ ഉണ്ടാകുന്നു എന്നൊക്കെ ഫലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാശിക്ക് പ്രായണ ബലമുണ്ട്. വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാകുന്നു. അവിടേക്ക് ഭാഗ്യാധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ഇന്ന് കർമ്മസ്ഥാനത്ത് ചൊവ്വ രുചകമഹായോഗം ചെയ്ത് അതിശക്തനായി നിൽക്കുന്നു. അതുകൊണ്ട് കർമ്മമേഖലയും പ്രായണ നല്ലതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, കർക്കിടക രാശിക്കാർ അവരുടെ ധനസ്ഥിതി, ധനാധിപനായ ആദിത്യൻ 12-ൽ നിൽക്കുന്നു. അതുകൊണ്ട് ധനപരമായ വിഷയങ്ങളിൽ ദുർവ്യയം, ധാരാളം അനാവശ്യമായ ചെലവുകൾ വരുന്ന സമയമാണ്. അതിനാൽ സാമ്പത്തിക വിഷയം വളരെ ശ്രദ്ധിക്കുക. 12-ലെ ബുധനും സൂര്യനും ശുക്രനും കൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ തനിക്ക് പറ്റാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. ധനപരമായ ഒരു തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. അതിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്നും ശത്രുത കൈവരുന്നതാണ്. രാത്രി യാത്ര നിർത്തലാക്കുക. കർക്കിടകം നിശാരാശിയാകുന്നു. വഴിയിൽ വെച്ച് അപകടങ്ങൾ ഉണ്ടാകേണ്ടുന്ന യോഗം കാണുന്നു. യാത്ര രാത്രികാലത്ത് പരമാവധി നിയന്ത്രിക്കുക. ഇവിടെ സൂര്യൻ പിതൃകാരകനാകുന്നു. അതുകൊണ്ട് പിതാവ്, പിതാവിൻ്റെ സഹോദരങ്ങൾ, ഇവർക്കൊക്കെ ഈ 12-ലെ ആദിത്യൻ കർക്കിടകൻ രാശിക്കാർക്ക് പ്രായണ ദോഷ സമയമാണ്. ധാരാളം കാശ് വരേണ്ട യോഗമുണ്ട്. അതൊക്കെ ഭോഗത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടുന്നൊരവസ്ഥയാണ്. 12-ലെ ശുക്രൻ വന്നാൽ സധനഹ, ധനം വരും. പക്ഷെ അത് ഭോഗാസക്തനായി കാശ് ചെലവഴിക്കേണ്ടുന്ന ഒരവസ്ഥ സംജാതമാകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പൂർവികമായ സ്വത്തുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങൾ വരുന്ന സമയമാണ്. അതിനാൽ സഹോദരങ്ങളുമായി ഭൂമി സംബന്ധമായ ഇടപെടലുകളും പ്രായണ കർക്കിടകൻ രാശിക്കാർ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ്. തീർത്ഥസ്ഥലങ്ങൾ തനിച്ച് സന്ദർശിക്കേണ്ടുന്ന അവസരം കൈവരുന്നതാണ്. അവിടെ ഫാമിലിയായിട്ട് യാത്ര ചെയ്യാൻ യോഗം കുറവാണ്. പാർഷ്യലി ഭാര്യാഭർത്താക്കന്മാർ ചെറിയൊരു അകൽച്ചയുടെ വാരമാകുന്നു. യാത്രയ്ക്കും മറ്റ് കാര്യങ്ങൾക്കും അനുകൂലമായ ദിനങ്ങൾ 16-ാം തീയതി ഞായറാഴ്ച അത്തം നക്ഷത്രം, 17-ാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രം, 18-ാം തീയതി ചൊവ്വാഴ്ച ചോതി നക്ഷത്രം, 19-ാം തീയതി ബുധനാഴ്ച 5 മണിക്ക് ശേഷമുള്ള സമയവും, 20-ാം തീയതി വ്യാഴാഴ്ച
അനിഴം നക്ഷത്രവും പ്രായണ അനുകൂലമായ സമയമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 17-ാം തീയതി തിങ്കളാഴ്ച ധനപരമായ ഇടപെടലുകൾക്ക് അനുകൂലമായ നക്ഷത്രമല്ല ചിത്ര. ആദാതവ്യം ന ദാതവ്യം, വാങ്ങുവാനും കൊടുക്കുവാനും പറ്റാത്ത നക്ഷത്രമാകുന്നു ചിത്ര നക്ഷത്രം. അനിഴം നക്ഷത്രം അന്ന് ചതുർദശിയാണ്, വെളുത്തപക്ഷത്തിലെ ചതുർദശി രിക്താതിഥിയാണ്. അതുകൊണ്ട് സാമ്പത്തികമായ വിഷയങ്ങളിൽ ഇടപെടുന്നത് 20-ാം തീയതി വ്യാഴാഴ്ച അനുകൂലമല്ല. എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശി പ്രേക്ഷകർക്കും വളരെ അനുകൂലമായ ഒരു വാരം ഡോക്ടർ മാരാർജി ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. ജൂൺ 15-ാം തീയതി ശനിയാഴ്ച മുതൽ 21-ാം തീയതി വെള്ളിയാഴ്ച വരെയുള്ള ചിങ്ങം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്. ചിങ്ങം രാശി എന്നാൽ മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന രാശിയാകുന്നു ചിങ്ങം രാശി. പ്രായണ സ്വതവേ ഒരു ദൈവാധീനമുള്ള രാശിയാകുന്നു ചിങ്ങൻ രാശി. സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാണ് ചിങ്ങൻ രാശി. ഇന്ന് ഈ രാശി ഒരു ഊർധ്വമുഖ രാശിയാണ്. 2-ൽ ചന്ദ്രനും കേതുവും, 7-ാം ഭാവത്തിൽ ശനി, അഷ്ടമത്തിൽ രാഹു മാന്തി, 9-ാം ഭാവത്തിൽ ചൊവ്വ, 10-ാം ഭാവത്തിൽ വ്യാഴം, 11-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ. ഇതാണ് ഇന്നത്തെ ചിങ്ങൻ രാശിക്കാരുടെ ഗ്രഹസ്ഥിതി. പ്രായണ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻ എല്ലാ സൗഭാഗ്യങ്ങളും ചിങ്ങൻ രാശിക്കാർക്ക് തരുന്നതാണ്. അധികാരമൊക്കെ തന്നെ വിളിച്ച് തൻ്റെ കൈവശം തരുന്ന ഒരവസ്ഥയാണ് ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവുക. രവസംഭവേ സംച ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാത്. അപ്പോൾ രാജാവിൻ്റെ മുദ്ര അംഗീകാരം ചിഹ്നം ലഭിക്കുന്നു. പ്രതാപാനനെ ശത്രുവ സമ്പദന്തി, തൻ്റെ പ്രതാപത്തിൽ ശത്രുക്കൾ നശിച്ചു പോകുന്നു. ശ്രിയോനേകത, പല രൂപത്തിലുള്ള ധനപരമായ വരവുകളും വരുന്നതാണ്. അംഗോദ്ഭവാനം ദുഃഖമസ്തി, സന്താനത്തിന് അത്ര ഗുണമുള്ള സമയമല്ല ഈ 11-ൽ നിൽക്കുന്ന സൂര്യൻ. നല്ല ഒരു യോഗമാണ് ഇവിടെ കാണുന്നത്. അതിന് പുറമെ 10-ൽ നിൽക്കുന്ന വ്യാഴം കർമ്മസ്ഥാനത്ത് മാനസികമായ ചില പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ വരുമെങ്കിലും 10-ലെ വ്യാഴം കർമ്മസംബന്ധമായ ധാരാളം സദ്ഗുണങ്ങൾ നിർവഹിക്കുന്നു. പൂർവികമായ സ്വത്ത് ലഭിക്കാൻ അനുകൂലമായ സമയമാണ്. ഭൂമി വാങ്ങാനും ഭൂമിയുമായിട്ട് ബന്ധപ്പെടുന്ന കൺസ്ട്രക്ഷൻ നടത്തുവാനും അനുകൂലമായ മാസമാകുന്നു. പക്ഷേ ഇവിടെ മിഥുനമാസം പ്രായേണ കുറ്റിയിടൽ കർമ്മത്തിന് നാം സ്വീകരിക്കുന്ന മാസമല്ല, കോൺമാസമാകുന്നു. കർക്കിടകത്തിലും നാം കുറ്റിയിടൽ കർമ്മം നിർവഹിക്കാറില്ല. അതുകൊണ്ട് ഭൂമിയെല്ലാം റെഡിയാക്കി തയ്യാറാക്കി നല്ലൊരു സ്ഥപതിയെ കണ്ട് ചിങ്ങമാസത്തെ ഡേറ്റ് വാങ്ങി ഈ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാവുന്നതാണ്. ചിങ്ങം ഒരു ഊർധ്വമുഖ രാശിയാണ്. നല്ലൊരു വളർച്ചയെ കാണിക്കുന്നു. 2-ലെ ചന്ദ്രൻ ഭാര്യയോട് ഒരു രതിക്കുറവ്, താല്പര്യക്കുറവ് വരുന്നതാണ്. ചില പുതിയ സൗഹൃദങ്ങളിലേക്ക് പോകുന്ന സമയമാണ്. അതുകൊണ്ട് ഫാമിലി ലൈഫിന് താളം തെറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലും ഇറങ്ങാതിരിക്കുക. മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിക്കുക. മദ്യപരായ ചിങ്ങൻ രാശിക്കാരുണ്ടെങ്കിൽ മദ്യാസക്തി കൂടുന്ന ഒരു വാരമാണ്. അതേ രീതിയിൽ ലിവർ സിറോസിസുമായിട്ട് ബന്ധപ്പെടുന്ന രോഗങ്ങളിലേക്ക് വരുന്ന ഒരു വാരമാകുന്നു ഈ ഒരു വാരം. നവജാത ശിശുക്കൾക്ക് അറിയാതെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഉപദ്രവം വരുന്ന വാരവുമാണ്. ശ്രദ്ധിക്കുക. വളരെ അനുകൂലമായ ധാരാളം ദിനങ്ങൾ ഈ വാരത്തിൽ ലഭ്യമാണ്. 16-ാം തീയതി ഞായറാഴ്ച വെളുത്തപക്ഷത്തിലെ ദശമി അത്തം നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമാണ്. 17-ാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രം ധനപരമായ ക്രയവിക്രയങ്ങൾക്കൊഴിച്ച് ബാക്കി എന്തിനും വളരെ ഗുണമാണ്. 18-ാം തീയതി ചൊവ്വാഴ്ച ഭൂമിപരമായ വിഷയത്തിന് ചോതി നക്ഷത്രമാണ്. ചൊവ്വാഴ്ചയാണെങ്കിലും വളരെ അനുകൂലമായ ദിനമായിട്ട് എടുക്കാം. ഭൂമികാരകനാകുന്നു ചൊവ്വ. തർക്കമില്ലാതെ മധ്യസ്ഥം പറഞ്ഞ് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ ഒരു സ്ഥിതി കൈവരുത്തുവാൻ സഹായിക്കുന്നു ഈ ചൊവ്വ. 19-ാം തീയതി ബുധനാഴ്ച 5 മണിക്ക് ശേഷം അനിഴം നക്ഷത്രം വളരെ ഗുണമാണ്. 20-ാം തീയതി വ്യാഴാഴ്ചയും കൊള്ളാം അനിഴം നക്ഷത്രം. പക്ഷേ അന്ന് ചതുർദശി തിഥിയാണ്, രിക്താതിഥിയാണ്. ധനപരമായ വിഷയങ്ങളിലൊന്നും ഇടപെടാതിരിക്കുന്നത് വളരെ നല്ലത്. ദോഷപരിഹാരമായി സർപ്പക്ഷേത്രത്തിൽ സർപ്പബലിയോ ആയില്യപൂജയോ എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശി പ്രേക്ഷകർക്കും ചെയ്യാവുന്നതാണ്. അമ്മയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി മാതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ ഗുണമാണ്. എല്ലാ പ്രിയപ്പെട്ട
ചിങ്ങൻ രാശി പ്രേക്ഷകർക്കും ഒരു നല്ല വാരം ഡോക്ടർ മാരാർജി ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് കന്നി രാശിക്കാരെ പറ്റിയാണ്. ജൂൺ 15 മുതൽ വരുന്ന ഒരു വാരത്തെ ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിനങ്ങളുടെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുകയാണ്. കന്നിരാശി എന്നാൽ ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക. ഇന്ന് കന്നിരാശിയിൽ ചന്ദ്രനും കേതുവും 6-ൽ ശനി, 7-ൽ രാഹു, മാന്തി, അഷ്ടമത്തിൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ വ്യാഴം, 10-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ. നല്ലൊരു ഭദ്രമഹായോഗമുള്ള രാശിയാകുന്നു കന്നിരാശി. ഇവിടെ രാശ്യാധിപനായ ബുധൻ കർമാധിപത്യം വഹിച്ച് കർമ്മസ്ഥാനത്ത് ഭദ്രമഹായോഗം ചെയ്ത് നിൽക്കുന്നു. അവിടെ സൂര്യനും ശുക്രനുമൊക്കെ ആ ബുധന് പ്രായണ നല്ല ഒരു സഹായം ചെയ്യുന്ന സ്ഥിതിയാണ് അവിടെ കാണുന്നത്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വളരെ നല്ലതാണ്. പൂർവികമായ സ്വത്ത് ലഭിക്കാനോ അല്ലെങ്കിൽ ഗൃഹവുമായി ബന്ധപ്പെടുന്ന, വീടുമായി ബന്ധപ്പെടുന്ന തീരുമാനങ്ങൾക്ക് വളരെ അനുകൂലമായ മാസമാകുന്നു ഈ ഒരു മാസം. കുറ്റിയിടൽ കർമ്മത്തിന് ഈ മാസം അനുകൂലമല്ല. മിഥുനം രാശി ഒരു കോൺ രാശിയാകുന്നു. മിഥുനം, കന്നി, ധനു, മീനം ഇത് കോൺ മാസങ്ങളാകയാൽ നാം സാധാരണ സ്ഥാപത്യ കർമ്മം നിർവഹിക്കാറില്ല. പിന്നീട് ഇവിടെ ലഗ്നത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ കേതുവോടുകൂടി നിൽക്കുന്നു. വിധുർഗോ കുളിരാജകസൻ വപുസ്തോ ധനാധ്യക്ഷം ആനന്ദ ലാവണ്യപൂർണം വിദത്തേതമം ക്ഷീണദേഹം ദരിദ്രം ജഡം ശ്രോത്രഹീനം നരം ശേഷലഗ്നേ. വിദത്തെ അധമം, ക്ഷീണദേഹം, ദേഹത്തിന് ക്ഷീണം വരുന്ന സമയമാണ്. ധനക്ലേശങ്ങൾ വരുന്ന സമയമാണ്. ശാരീരികമായ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ സൂചിപ്പിച്ചു, ധനാധിപൻ നല്ല സ്ഥാനത്താണ്, ധനം വരും. പക്ഷേ ആ ധനത്തെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ധനനഷ്ടം വരുന്ന ഒരു സമയമാണ്. യാത്രയ്ക്ക് പ്രായണ അനുകൂലമായ സമയമാകുന്നു. ഈ ഗ്രഹങ്ങളുടെ എല്ലാം ശോഭയെ കെടുത്തുന്നു അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ. അത് പാവഗ്രഹമായി സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു. 8-ൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ ശുഭഫലത്തെ കൂടി ഇല്ലാതാക്കുമെന്ന് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാരം നിർബന്ധമായും ഏത് കർമ്മത്തിന് പോകുന്ന വ്യക്തികളായാലും ചൊവ്വാഴ്ച വളരെ നന്നായി ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. യുവതി യുവാക്കൾക്ക് സന്താനത്തിന് വളരെ അനുകൂലമായ ഒരു വാരമാകുന്നു. സന്താന സ്ഥാനത്തേക്ക് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴദൃഷ്ടിയുണ്ട്. സന്താനപതിയായ ശനി വളരെ ശക്തമായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതേ രീതിയിൽ വിദ്യാഭ്യാസത്തിനുതകുന്ന യാത്രയ്ക്ക് കുട്ടികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ കുട്ടി SLC കഴിഞ്ഞാൽ, +2 കഴിഞ്ഞാൽ നല്ലൊരു ജ്യോതിഷുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. എന്താണ് ഈ കുട്ടിയുടെ കർമ്മമേഖല എന്ന് മനസ്സിലാക്കണം. കുട്ടിയുടെ താല്പര്യവുമായി അത് യോജിപ്പിച്ച് നല്ല കോഴ്സിലേക്ക് തിരഞ്ഞെടുക്കുക. ഇന്ന് ധാരാളം കോഴ്സുകളുണ്ട്. ഉദാഹരണമായി ഇന്ന് കന്നിരാശിയിലുള്ളൊരു കുട്ടി, ആ കുട്ടിക്ക് കൊമേഴ്സിനോട് താല്പര്യമാണെങ്കിൽ, അല്ലെങ്കിൽ കൊമേഴ്സ് കഴിഞ്ഞ് BCom-നാണ് താല്പര്യമെങ്കിൽ, ഇവിടെ വളരെ ശക്തമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാം BCom വിത്ത് ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെടുന്ന BCom പഠിച്ചാൽ ആ കുട്ടിക്ക് വിദേശത്തേക്ക് പോകാൻ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും. കാരണം കന്നിരാശി ഒരു വിദേശ രാശിയാണ്. രണ്ടാമത് ജലവുമായിട്ട് ബന്ധപ്പെടുന്നു കന്നി. ലോജിസ്റ്റിക്സ് എന്ന വിഷയത്തിൽ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഷിപ്പിംഗ്. കന്നി ഒരു കന്യക തോണിയിൽ നിന്നും വരുന്ന ചിത്രമാണ് അതിൻ്റെ എംബ്ലം. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങളുടെ കുട്ടികളുടെ ജാതകം നല്ല സമർത്ഥനായ ഒരു ജ്യോതിഷിയുമായി നിങ്ങൾ ചർച്ച ചെയ്യുക. ചർച്ച ചെയ്ത് എന്താണ് ഈ കുട്ടിയുടെ കർമ്മമേഖല, ഏത് മേഖലകളിൽ പോയാൽ ഈ കുട്ടി രക്ഷപ്പെടും, ഭാവി ശുഭകരമാവുമെന്ന് നിങ്ങൾ രക്ഷിതാക്കൾ അറിയണം. ഇനി കന്നിരാശിക്കാർക്ക് പ്രായണ അനുകൂലമായ ദിനങ്ങളാകുന്നു 16-ാം തീയതി ഉള്ള അത്ത നക്ഷത്രം, ദശമി തിഥി, 17-ാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രം. പക്ഷേ ഈ നക്ഷത്രങ്ങളിൽ അത്തവും ചിത്രയും വരുന്ന കന്നിരാശിക്കാർ യാത്ര ചെയ്യുവാനുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. മറ്റ് ശുഭകാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. ചിത്ര നക്ഷത്രം 17-ാം തീയതി,
ധനപരമായ ഇടപെടലുകൾ നടത്താതിരിക്കുക. 18-ാം തീയതി ചൊവ്വാഴ്ച ചോതി വളരെ അനുകൂലമാണ് ഭൂമിപരമായ തീരുമാനങ്ങൾക്ക്. 19-ന് ബുധനാഴ്ച 5 മണിക്ക് ശേഷമുള്ള സമയം. 20-ാം തീയതി വ്യാഴാഴ്ച അനിഴവും നല്ലതാണ്. പക്ഷെ അന്ന് ചതുർദശി തിഥിയാണ്. ധനപരമായ വിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. മറ്റ് വിഷയങ്ങൾക്കൊക്കെ കന്നിരാശി വളരെ അനുകൂലമാണ്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും വിശിഷ്യ കന്നിരാശിക്കാർക്കും ശോഭനമായ ഒരു വാരം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.